ഹലോ ഗൈസ്, അമ്മ ഇവിടെ മൂക്കിന്റെ കൂടെ കരിയിരിക്കുന്നവ കൂത്തള ഓലക്കാലം വെച്ച് നമ്മൾ പന്തുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കി തരുന്നത് അമ്മയാണ് ഉണ്ടാക്കി തരുന്നത്. എന്റെ അമ്മ ഓല എടുത്തോണ്ട് വരാം. ഓലക്കാല കൊണ്ട് ബോൾ ഉണ്ടാക്കുമ്പോഴാണ് പഴയ ഒരു പരിപാടിയാണ്. എനിക്കറിയത്തില്ല, പഴയ പരിപാടിയാണ്. അപ്പം പുതിയ തലമുറയ്ക്കൊന്നും അറിയത്തൊന്നുമില്ല. അപ്പം അമ്മ നമുക്ക് ഉണ്ടാക്കി തരും ബോള്. രണ്ട് ഓലക്കാലെടുക്കുക. എന്നിട്ട് ഈ ഈർക്കില് കീറിക്കളയുക. കീറി കാക്കൊക്കെ മിക്കവാറും കോപ്പറേറ്റ് വാങ്ങിച്ചായിരുന്നു. ഒരു കോപ്പറേറ്റ് കിട്ടിയതിന്റെ ക്ഷീണം മാറിയില്ലമ്മേ. പിന്നെന്താ പന്തുണ്ടാക്കാൻ തുടങ്ങാണ്. ആദ്യമേ ഈ രണ്ട് കാല് ഇടയ്ക്കൂടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് കൈകളെന്താ കരിയാണോ? അത് ഇങ്ങനെ വെച്ച് എന്നിട്ട് മറന്നുപോയി. അമ്മ മറന്നുപോയി. കിളി പോയി. ചുറ്റണം അല്ലേ? ഇങ്ങനെ പറ. ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെച്ച് നീ അത് ആദ്യമേ തൊട്ടേ അങ്ങ് പിടിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യം ഒന്ന് സെറ്റാക്കി നോക്കട്ടെ. അതൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. അമ്മ പണ്ട് എന്നും ഉണ്ടാക്കിയതാണ് ഇത്? പണ്ട് കൊച്ചിലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഓർമ്മ കിട്ടാൻ സ്വല്പം പാടുവരും, സ്വാഭാവികം. ഇങ്ങനെയൊന്നു ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ഓലം മെടയുന്ന പോലെ അല്ലേ? ഇതിങ്ങനെ റെഡി ആവും. ഇത് ഏകദേശം റെഡി ആവുന്നുണ്ടല്ലേ? വെക്കുക. പിന്നെ ഇത് ഇങ്ങനെ വെക്കുക. ഇത് അങ്ങനെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവും, നീ കാണുന്നവർക്ക് അങ്ങനെ മനസ്സിലാവും. അതിന് മുമ്പേ അങ്ങ് വീഡിയോ എടുക്കാൻ അങ്ങനെ എന്തൊക്കെയൊക്കെ നോക്കണ്ടേ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മളുള്ള കാര്യം ഉള്ള പോലെ കാണിക്കുവാണ്. സെറ്റായില്ലേ? നമുക്ക് വീണ്ടും ഉണ്ടാക്കാം. ആയി വരുന്നുണ്ട്. ഇത് ഞാൻ ഒത്തിരി മറന്നൊക്കെ പോയത്. എൻ്റെ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയതാണ്. ഇത് അവിടുന്ന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെയും വെക്കുക. അകത്തൂടെ എടുത്തിട്ട് വെക്കുക. തിരിച്ചിങ്ങനെ പിടിക്കുക. ഇങ്ങോട്ടാക്കണം. അപ്പം എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, മുറുക്കണം. ഇനി ഒത്തിരി ചുറ്റണോ? മൊത്തം ചുറ്റണോ? മൊത്തം ചുറ്റി വരുന്നവര് വലിയൊരു പന്താകും. ഇങ്ങനെ മുറുക്കണം. ഇത് ഇങ്ങനെ അകത്തു ഇത് വെളിയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ കയറ്റി വെക്കണം. പാടം ഉണ്ടാക്കാനല്ലേ? പാടൊന്നും അത്രയില്ല. ഇതിന്റെ കുഴവിപ്പന്തുണ്ട്. കുഴവിപ്പന്തെന്ന് പറയുമ്പോ ഇച്ചിരി നീളത്തിൽ കിട്ടും. അത് 4 എണ്ണം. ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഇത് ഉണ്ടാക്കി ഇത് കംപ്ലീറ്റ് നമുക്ക് കുഴവിയും ആട്ടുകല്ലൊക്കെ എടുക്കാം.
അതങ്ങനെ ചുറ്റേണ്ടത്. ഇത് 4 എടുക്കുക. നിക്ക് 1 മിനിറ്റ്. 4 എടുക്കുക. അങ്ങനെ ഇത് ഓല അങ്ങോട്ട് മെടയേണ്ട എങ്ങനെ പറഞ്ഞത് പറഞ്ഞതാ ആദ്യം കണ്ടില്ലേ? അത് ഇനി എങ്ങനെ മെടയുന്നേ? ആദ്യം ഇനി ഇത് മെടയുന്നത് ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ വന്നൊരു 12 രൂപമായി. ഇനി ഇതിനിങ്ങനെ അകത്തോട്ട് ഓലക്കാല വെക്കുക. എന്നിട്ട് ഈ ഓലക്കാലയിൽ ഇങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതിന്റെ ഒരെണ്ണം ഇത് പുറത്തൂടെ ഇടുക. ഈ ഓലക്കാലിന്റെ പുറത്തൂടിടണം. പുറത്തൂടിട്ട് ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ ഈ അകത്തൂന്ന് വന്നതും പുറത്തൂന്ന് വന്നതും ആയി കഴിയുമ്പോഴേ ഇത് കോണാവുള്ളൂ. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞുകൂടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഇവർക്ക് കാണുന്നവർക്ക് ഇത് മനസ്സിലാവത്തില്ല. കോണായി വരുവുള്ളൂ. അപ്പൊ ഒരു കോണ ഇനി അടുത്ത കോണിന് എങ്ങനെ? അടുത്ത കോണിനും അതുപോലെ തന്നെ ഇതിങ്ങനെ ഈ ഒരു തുമ്പ് അകത്തൂടെ ഇടുക. എന്നിട്ട് ഈ ഒരു തുമ്പ് പുറത്തൂടെ ഇടുക. പുറത്തൂടിട്ട് ഈ തുമ്പിനകത്തോട്ട് കോണാക്കി ചുറ്റി പോയാൽ മതി. എന്നിട്ട് അത് മുറുക്കി പിടിക്കണം. മുറുക്കി പിടിക്കുന്ന ഉടനെ അത് പന്താകും. കണ്ടോ? അതുപോലെ തന്നെ ഞാൻ നടക്കുന്നത് അതതിന്റെ അതൊന്ന് കണ്ടിച്ചോളാണ്. എന്നിട്ട് പിന്നെയും ആ രൂപത്തിൽ തന്നെ ഇത് ഈ ഓലക്കാലിന്റെ പുറത്തൂടെ ഇങ്ങനെ അകത്തൂടെ ഇടുക. ഇവിടം തൊട്ട് ഇവിടുന്ന് ഇത് ഇങ്ങനെ അകത്തൂടെ ഇടുക. അത് പുറത്തൂടെ ഇടണം, ഇത് അകത്തൂടെ ഇടണം. ഇത് പുറത്തൂടെ ഇടണം, മറ്റേത് അകത്തൂടെ ഇടണം. എന്നിട്ട് ഈ 2 തുമ്പ് പിന്നെ ഇത് ഇങ്ങനെ വെക്കുക. അപ്പോഴേ സൗണ്ട് കേൾക്കുന്നല്ലോ. അതെ, മുറുക്കുന്നത് കൂടുതല് അല്ല. ഇതിന് ഈ ഓലക്കാലേ ഈ കട്ടിയില്ലാത്തോണ്ട് എളുപ്പമായ ഇത്. പിന്നെ ഇതിനകത്തൂടെ ഇങ്ങനെ കൊണ്ടുവരിക. പിന്നെ ഇതിന് വെളിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതിലേ കൂടി ഇങ്ങനെ ഇതിനകത്തൂടെ കയറ്റുക. ഇതാണ് ഓരോ പണ്ടത്തെ ഓലപ്പന്താണിത്. മതി, ഇത്രയും ചുറ്റും മതി. ഇനി ഇത് കെട്ടി വെക്കുക. അതിനെ ഇനിയും മുറിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഇതിനകത്തൂടെ കയറ്റിയെങ്കിലേ മുറുകത്തുള്ളൂ. ലോക്കാക്കി വെക്കണം. അവിടെ കീറിയതല്ലേ? ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റി മുറുക്കി ചുറ്റി ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ കൂടെ കയറ്റി ഇതിനകത്തോടെ കയറ്റി ഇട്ട് മുറിക്കാൻ വെച്ചാൽ മതി. മുറുക്കി വെക്കുമ്പോൾ അത് പിന്നെ അരി പോകത്തില്ല. ഓലപ്പന്ത് പിന്നെ അതൊന്നുകൂടെ കയറ്റി ആ തുമ്പിനകത്തൂടെ ഈ തുമ്പിനകത്തൂടെ കയറ്റിയിട്ട് മതി. നീ പിടിച്ച പൊട്ടിക്കളയില്ല. ഓലപ്പന്ത് നോക്കട്ടെ. ഇതാണ് ഓലപ്പന്ത്. ചമ്മി പോന്നല്ലോ. അത് അതിനകത്ത് ഇത് വെക്കണം. അല്ല ഇലയൊക്കെ വെച്ച് പിന്നെ ഇതാക്കണം, സെറ്റപ്പ് ആക്കണം അല്ലേ? എന്നാലും വലിയ ചമ്മലൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഇത് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് മടങ്ങി വരുമ്പോൾ അതിനകത്ത് മടങ്ങി വരുമില്ലേ, ആ മടങ്ങി വരുന്ന അതിനകത്തോട്ട് ഇലവെല്ലാം പറിച്ച് കട്ടിക്ക് വെച്ച് അതങ്ങനെ പിന്നെ ചുറ്റി കൊണ്ടുവരണം. അപ്പോഴാണ് അത് ഓലപ്പന്തിന്റെ ഷേപ്പ് ആവുന്നല്ലേ? ഷേപ്പ് ആകും. ഓലപ്പന്ത് അന്നേരം കട്ടിയാകും. കൊള്ളാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഓലപ്പന്ത് ഉണ്ടാക്കുന്നത് അമ്മയാണ്. അമ്മയും കാര്യങ്ങളാണ്. അമ്മ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കണ്ടുകൂട്ടാം. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ്, പഴയ നെസ്റ്റാളജി വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ കാണാം. പ്രേക്ഷകരെ, വീഡിയോ അവസാനിച്ചിട്ടില്ല. അമ്മ ഓല കൊണ്ട് പാമ്പിനെ ഉണ്ടാക്കുന്നത്, ഓലപ്പാമ്പൊക്കെ ഉണ്ടാക്കും. ഓലപ്പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓലക്കാലെടുക്കുക, അതിനെ ഇങ്ങനെ ഈർക്കിലെടുത്ത് മാറ്റി കളയുക. എന്നിട്ട് ആ ഓലപ്പാമ്പിനെ ഈ ഓലക്കാല് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഓലക്കാല് അത് ഈ ഇങ്ങോട്ട് മടക്കുക. ഇങ്ങോട്ട് മടക്കി അപ്പൊ എന്നിട്ട് തിരിച്ചിങ്ങോട്ട് മടക്കുക. തിരിച്ചു മടക്കി ഇതിങ്ങനെ പിന്നെയും തിരിച്ചു മടക്കി ഇതിനെ ഈ ഇങ്ങനെ ഇതെനിക്കറിയാമല്ലോ. അതാണ് ഓലപ്പാമ്പ്. ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി ഇതിനെ ലോക്ക് എനിക്ക് അറിയത്തില്ല. ഇതിനെ ഇങ്ങനെ മടക്കി
ഇങ്ങനെ മടക്കി തിരിച്ചു മറിച്ച് മടക്കുക, അത്രേ ഉള്ളൂ. മറിച്ച് മടക്കി ഓലപ്പാമ്പ് ഉണ്ടാക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഓല ഇത് കണ്ടിട്ടുണ്ടോ? പിന്നെ പിള്ളേര് വെള്ളക്കായം വെച്ച് ഈ മെഷീൻ വെള്ളക്കായ മെഷീൻ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അത് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. നൊസ്റ്റാൾജി വീഡിയോ. നൊസ്റ്റാൾജി പണ്ട് ഇതൊക്കെ ആയിരുന്നു പരിപാടി അല്ലേ? പണ്ട് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലായിരുന്നു, ഓലയാണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ? ഇപ്പൊ പ്ലാസ്റ്റിക് പാമ്പും പ്ലാസ്റ്റിക് പന്തും ആയതുകൊണ്ടാണ് പ്രകൃതി മലിനമാകുന്നത് അല്ലേ മേ? അന്ന് ഗ്യാസ് സ്റ്റവും ഇല്ലായിരുന്നു. ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ലായിരുന്നു. ഓലപ്പാമ്പ് റെഡി. ലോക്ക് എങ്ങനെ എന്നിട്ട് ലോക്ക് ആക്കുന്നത് പൊക്കിക്കൊണ്ട് പോവാതെ ഈർക്കലെടുക്കണ്ടേ? ഈർക്കലെടുത്ത് ഇതിന്റെ വട്ടം ചുറ്റുക, കെട്ടി വെക്കുക. ഈർക്കല് വട്ടത്തിൽ കെട്ടി വെക്കുക. ഇങ്ങനെ കെട്ടി മുറുക്കി വെച്ചിട്ട് പിന്നെ ഇതിനെ പാമ്പിന്റെ പള്ളക്ക് കുത്തുവാங்க. സൈഡിൽ കൂടി ഇങ്ങനെ കുത്തി ഓലപ്പാമ്പിനെ കമ്പ കുത്തിക്കൊണ്ട് നടക്കുക. അപ്പൊ ഓക്കെ, ഇതാണ് ഓലപ്പന്ത് ഓലപ്പാമ്പ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ഒക്കെ നമ്മൾ ഇനി കണ്ടുകൂട്ടാ. ബൈ ബൈ.